പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ നാൾക്കുനാൾ അതീവ സങ്കീർണവും മാരകവുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ലെബനൻ അതിർത്തികളിൽ ഇസ്രായേൽ സൈന്യവും ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയും തമ്മിൽ നടക്കുന്ന പോരാട്ടം ഇപ്പോൾ അതിന്റെ ഏറ്റവും തീവ്രമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനത്തിനായുള്ള ആഹ്വാനങ്ങൾ ശക്തമാകുമ്പോഴും ഇരുവിഭാഗവും കടുത്ത സൈനിക നീക്കങ്ങളുമായി മുന്നോട്ടു പോകുന്നതാണ് നിലവിലെ കാഴ്ച. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സൈനികർക്ക് നേരെ ഹിസ്ബുള്ള നടത്തിയ മാരകമായ ഡ്രോൺ ആക്രമണത്തിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതിർത്തി കടന്നെത്തിയ ഇസ്രായേൽ സൈനിക സംഘത്തെ ലക്ഷ്യമിട്ട് ഹിസ്ബുള്ള നടത്തിയ ഈ വ്യോമാക്രമണത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതായി സംഘടന ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഈ സംഭവം ഇസ്രായേൽ പ്രതിരോധ മിലിറ്ററിക്കുള്ളിൽ വലിയ നടുക്കമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തെക്കൻ ലെബനനിലെ തന്ത്രപ്രധാനമായ ടൗണായ ഷാമയിൽ തമ്പടിച്ചിരുന്ന ഇസ്രായേൽ സൈനികരാണ് ഹിസ്ബുള്ള ലക്ഷ്യമിട്ടത്. അധിനിവേശ നീക്കങ്ങളുടെ ഭാഗമായി അവിടുത്തെ ഒരു കെട്ടിടത്തിനുള്ളിൽ താൽക്കാലികമായി നിലയുറപ്പിച്ച സൈനിക ഗ്രൂപ്പിന് നേരെയാണ് അപ്രതീക്ഷിതമായി ഡ്രോൺ പതിച്ചത്. ശത്രുക്കളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ഹിസ്ബുള്ള ഈ ആക്രമണം ആസൂത്രണം ചെയ്തത്. തങ്ങളുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയായ അബാബിൽ ഡ്രോണുകളാണ് ഈ ഓപ്പറേഷനായി ഹിസ്ബുള്ള ഉപയോഗിച്ചത്. ഇറാന്റെ സാങ്കേതിക സഹായത്തോടെ നിർമ്മിച്ച ഈ ഡ്രോണുകൾക്ക് ശത്രുവിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച കൃത്യമായ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാൻ പ്രത്യേക ശേഷിയുണ്ട്. ഈ ഡ്രോൺ ആക്രമണം തടയാൻ കെൽപ്പുള്ള ആന്റി ഡ്രോൺ സംവിധാനങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും ഇസ്രായേലിന് അത് തടയാനായില്ല എന്നത് കൗതുകകരമാണ്. ഷാമയിലെ കെട്ടിടത്തിൽ നടന്ന വൻ സ്ഫോടനത്തിന് പുറമെ തൊട്ടടുത്ത പ്രദേശമായ തൈർ ഫർഹയിലും ഹിസ്ബുള്ള ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. അവിടെ പെട്രോളിംഗ് നടത്തുകയായിരുന്ന ഇസ്രായേൽ സൈനിക വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണത്തിൽ കമാൻഡോകൾ സഞ്ചരിച്ച വാഹനം പൂർണ്ണമായും തകർന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു കേന്ദ്രങ്ങളിലും ഒരേ സമയമുണ്ടായ ഈ കനത്ത തിരിച്ചടി ഇസ്രായേൽ സൈന്യത്തിന്റെ ആത്മവിശ്വാസത്തിന് വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. തെക്കൻ ലെബനൻ മണ്ണിലേക്ക് കൂടുതൽ ആഴത്തിലിറങ്ങി സൈനിക ഓപ്പറേഷൻ നടത്താൻ ഇസ്രായേൽ തീരുമാനിച്ചതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള തങ്ങളുടെ പ്രത്യാക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചത്. അതിർത്തി കടന്നുള്ള പോരാട്ടം ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. നിലവിൽ ലെബനന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് തങ്ങളുടെ കരസേനാ നീക്കങ്ങൾ വ്യാപിപ്പിക്കാനാണ് ബെഞ്ചമിൻ നെതന്യാഹു ഭരണകൂടത്തിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ ഏറ്റവും ശക്തമായ താവളങ്ങൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിലേക്ക് വലിയൊരു അധിനിവേശത്തിന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് തയ്യാറെടുക്കുകയാണ്. ഇതിനായുള്ള അധിക സൈനിക സന്നാഹങ്ങൾ അതിർത്തിയിൽ എത്തിക്കഴിഞ്ഞു. എന്നാൽ ഇസ്രായേൽ സൈന്യം മുന്നോട്ട് നീങ്ങുന്നതോറും കൂടുതൽ ശക്തമായ പ്രതിരോധമാണ് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. തങ്ങളുടെ ഭൂഗർഭ ബങ്കറുകളും ഗറില്ല യുദ്ധമുറകളും ഉപയോഗിച്ച് ഇസ്രായേൽ സൈന്യത്തെ കെണിയിൽപ്പെടുത്താനാണ് ഹിസ്ബുള്ളയുടെ ശ്രമം. വ്യോമാക്രമണങ്ങളിലൂടെ ഹിസ്ബുള്ളയെ തളർത്താമെന്ന ഇസ്രായേലിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ് പുതിയ ഡ്രോൺ ആക്രമണങ്ങൾ. മുതിർന്ന പല കമാൻഡർമാരെയും ഇസ്രായേൽ വധിച്ചിട്ടും ഹിസ്ബുള്ളയുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത്. സംഘടനയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സംവിധാനങ്ങൾ ഇപ്പോഴും സജീവമാണെന്നും അതിർത്തിയിലെ സൈനികർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ടെന്നും ഈ കൃത്യമായ ഡ്രോൺ ആക്രമണം വ്യക്തമാക്കുന്നു. ഇത് ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനും വലിയ വെല്ലുവിളിയാണ്. പശ്ചിമേഷ്യയിൽ ഉടനടി ഒരു യുദ്ധവിരാമം പ്രഖ്യാപിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയും വിവിധ ലോകരാജ്യങ്ങളും നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. എന്നാൽ നയതന്ത്ര ചർച്ചകളെല്ലാം പാതിവഴിയിൽ സ്തംഭിച്ചു നിൽക്കുകയാണ്. ഹിസ്ബുള്ളയെ പൂർണ്ണമായും അതിർത്തിയിൽ നിന്ന് തുരത്താതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഇസ്രായേൽ ഭരണകൂടം. മറുവശത്ത് ഇസ്രായേലിന്റെ അധിനിവേശം അവസാനിക്കാതെ ചർച്ചകൾക്കില്ലെന്ന് ഹിസ്ബുള്ളയും വ്യക്തമാക്കുന്നു. ലെബനൻ അതിർത്തിയിലെ ഈ കടുത്ത യുദ്ധ സാഹചര്യം അവിടുത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാധാരണ ജനങ്ങളുടെ ജീവിതമാണ് ദുരിതത്തിലാക്കിയിരിക്കുന്നത്. അതിർത്തി ഗ്രാമങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള പലായനമാണ് ജനങ്ങൾ നടത്തുന്നത്. ദിവസേനയുള്ള വ്യോമാക്രമണങ്ങളിലും മിസൈൽ വർഷങ്ങളിലും വലിയ തോതിലുള്ള ആൾനാശമാണ് ലെബനനിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇറാൻ ഈ സംഘർഷങ്ങളിൽ നേരിട്ട് ഇടപെടുന്നില്ലെങ്കിലും ഹിസ്ബുള്ളയ്ക്ക് ആവശ്യമായ എല്ലാ സൈനിക സാമ്പത്തിക സഹായങ്ങളും തുടർന്നും നൽകുന്നുണ്ട്. ഇസ്രായേലിനെ ഒരേ സമയം പല മുന്നണികൾ തളച്ചിടുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായാണ് ഹിസ്ബുള്ളയെ മുൻനിർത്തിയുള്ള ഈ പോരാട്ടം. ഇത് പശ്ചിമേഷ്യയിലെ വലിയൊരു പ്രാദേശിക യുദ്ധത്തിന്റെ സാധ്യതകളെയാണ് നിലനിർത്തുന്നത്. വരും ദിവസങ്ങളിൽ ലെബനനിലെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനാണ് സാധ്യതയെന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം ശക്തമാക്കുമ്പോൾ ഹിസ്ബുള്ള കൂടുതൽ മാരകമായ ആയുധങ്ങളുമായി തിരിച്ചടിക്കാൻ മുതിർന്നേക്കാം. അബാബിൽ ഡ്രോണുകൾക്ക് പുറമെ കൂടുതൽ ദൂരപരിധിയുള്ള മിസൈലുകളും അവർ പ്രയോഗിച്ചേക്കാം. ഷാമയിലും തൈർ ഹർഫയിലും ഹിസ്ബുള്ള നടത്തിയ ഈ മാരകമായ തിരിച്ചടിയും അതിൽ ഇസ്രായേൽ സൈനികൻ കൊല്ലപ്പെട്ടതും പശ്ചിമേഷ്യയിലെ കനലുകൾ ഇനിയും ആളിപ്പടരുമെന്നതിന്റെ സൂചനയാണ്.
ഇരുവിഭാഗവും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാത്തിടത്തോളം കാലം ഈ അതിർത്തി യുദ്ധം വലിയൊരു മാനുഷിക ദുരന്തമായി തുടരുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ലോകം ഭീതിയോടെയാണ് പശ്ചിമേഷ്യയിലെ ഓരോ പുതിയ സൈനിക നീക്കങ്ങളെയും ഇപ്പോൾ വീക്ഷിക്കുന്നത്.